ജംറയിലൊക്കെ എറിയാൻ പോണെങ്കിലേ ആ ന്യൂമിനയിലൊക്കെ താമസിക്കുന്ന ഹാജിമാര് അവർ ജംറയിലേക്ക് എറിയാനെത്തണമെങ്കിലേ 5 കിലോമീറ്റർ നടക്കണം ആ തലക്കുന്ന് ഇങ്ങോട്ട് എത്താന്. പിന്നെ തിരിച്ച് അങ്ങോട്ട് നടക്കണ്ട, ഇങ്ങോട്ട് വന്ന് അങ്ങോട്ട് ഹെലികോപ്റ്റർ ഒന്നും ഇല്ലല്ലോ, അങ്ങോട്ടും നടക്കണം. അപ്പൊ 10 കിലോമീറ്റർ. ദുൽഹജ്ജ് 10-ന്റെ അന്ന് ജംറയിൽ എറിയാൻ വരുന്ന ഒരു ഹാജി എന്താ 10 കിലോമീറ്റർ നടന്നിട്ട് എന്താ ചെയ്യേണ്ടത് അറിയോ? ചെറിയ കടലമണിയോളം പോന്ന കല്ലുകൾ കൊണ്ട് 3-ാമത്തെ ജംറയിൽ ഇങ്ങനെ പതുക്കെ എറിയണം. ആ എറിയാനാ 10 കിലോമീറ്റർ നടക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നാ പിന്നെ 10 കിലോമീറ്റർ നടക്കല്ലേ, നല്ല ആങ്ങി ഓങ്ങി നല്ല ബോളർ പോത്ത കല്ലുകൊണ്ട് എറിയാൻ പറ്റുമോ? പറ്റൂല. കടലമണിയോളം വലിപ്പുള്ള കല്ല് എന്നാ പറഞ്ഞേ, ആ കല്ലുകൊണ്ട് പതുക്കെ എറിയാനാ പറഞ്ഞേ. നിങ്ങൾ ആലോചിച്ചോക്കെ, എന്തിനാണ് ഏറ്? 10 കിലോമീറ്റർ നടന്നു വന്നിട്ട് 7 കല്ലുകൊണ്ട് എറിഞ്ഞിട്ട് തിരിച്ചു നടക്കുമ്പോ എന്താണ് അവന് കിട്ടുന്നത്? അവന് കിട്ടിയത് എന്താ അറിയോ? എന്റെ സൃഷ്ടാവ് എന്നോട് ഒരു കാര്യം കൽപ്പിച്ചാൽ അതിന് എന്റെ മറുപടി സമിഅനാ വഅതഅനാ. അല്ലാഹുവേ, നീ ഒരു കാര്യം കൽപ്പിച്ചാൽ അത് കേട്ടു, അതനുസരിച്ചു. അത് കേട്ടു. അല്ലാഹു ഒരു കാര്യം എന്നോട് പറഞ്ഞാൽ ഞാനത് കേട്ടു, ഞാനത് അനുസരിച്ചു. അതാണ് ആദർശത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത.